ഇന്ന് ഞാൻ സ്റ്റൗവും സിലിണ്ടറും കറക്റ്റായിട്ട് ഓഫ് ചെയ്തൊന്ന് കൺഫേം ആക്കിയിട്ടാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അവിടെ ക്ലോക്ക് റൂമിൽ ഫോണും ബാഗും ഒക്കെ കൊടുത്ത ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോഴും മീനു നീ സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് ഓഫ് ചെയ്തായിരുന്നോ എന്നിങ്ങനെ തലയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് ഫോൺ എടുത്ത് പപ്പയെ വിളിച്ച് കൺഫേം ആക്കിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഓക്കെ ഇന്നത്തെ കാര്യം പറയാം. ഞാനിത് ഉറങ്ങുന്ന കണ്ടോ? ആരെ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ ഉറക്കം തോന്നൽ ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഉറങ്ങൂല എന്നുള്ള രീതിയിലുള്ള ചിരിയാണിത്. ഞങ്ങൾ ഈ പോകുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലേക്കാണ്. എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഏറ്റവും കൂടുതൽ ഞാൻ അന്വേഷണം കൊണ്ട് പോകുന്നത് ലുലു മാളിലേക്കായിരിക്കും. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് പോകാന്ന് കരുതി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞങ്ങളും കുറെ നാളായി പോയിട്ട്. ഈവനിങ് നല്ലൊരു വൈബാണ്. ആ ഒരു സൺസെറ്റിന്റെ സമയമൊക്കെ എനിക്ക് അവിടെ ഇന്നപ്പോ നല്ല രസമായിട്ട് തോന്നി. ഇതാണപ്പോ അല്ലേ നിശാഗന്ധി. അവിടെ കുറെ കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവരുടെ ഡാൻസ് ഒക്കെ കണ്ടിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നന്നു ഫുൾ ഓൺ ആയിരിക്കും. ഇറങ്ങി ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യും. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നന്നു എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. കുറെ നടന്നെങ്കിലും അധികം ചൂടൊന്നും ഇല്ലാത്തതും കൊണ്ട് ഒരു ക്ഷീണവും ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയുന്നില്ല. നന്നു ഫുള്ളി എനർജറ്റിക് ആയിരുന്നു. എന്റെ സ്കൂൾ ടൈമിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു സോങ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ അന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് ഇവിടെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 6 വർഷം കഴിഞ്ഞ് ഇതിപ്പോ നന്നുനെയും കൊണ്ടിട്ട് ഇവിടെയൊക്കെ വന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നേരെ 7 മണിയോട് അടുപ്പിച്ചാവുന്നു. ഇരുട്ട് വീണ് തുടങ്ങി. അവിടെ നിന്ന് ആ റോഡിലേക്കൊക്കെ നോക്കാൻ നല്ല രസമായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടുന്ന് ഞങ്ങൾ പോയത് തൊട്ടടുത്തുള്ള മാനവീയം വീതിയിലേക്കാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. കുറെ നല്ല പെയിന്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി രാത്രി ആകുമ്പോഴത്തേക്കിന് അവിടെ പ്രോഗ്രാംസ് അധികം നടക്കാറുണ്ടെന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഇത് ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയിലായിരുന്നു ആ സമയം ഞങ്ങൾ. അവിടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നുവിന്റെ ബാറ്ററി ലോ ആയിട്ടുണ്ടായിരുന്നു. നന്നു പയ്യെ ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങണമെങ്കിൽ നമുക്ക് എന്നെ തോള് തന്നെ. നന്നു ഉറങ്ങിയ സ്ഥിതിക്ക് ഈ രാത്രിയിൽ തണുത്തത് എന്തെങ്കിലും കഴിച്ചാലോ? സോ ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് ഹാജി അലി. കസ്റ്റർഡ് ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്നിട്ടും എന്തിനാണ് ഈ മെനു കാർഡൊക്കെ നോക്കി സമയം കളയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പനി പിടിച്ചിട്ട് ഞാനൊന്ന് റെഡിയായി വരുന്നതോ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും കഴിച്ചില്ല. കൂടുതലും ചേട്ടനാണ് കഴിച്ചത്. അങ്ങനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് 8 മണിയോടെ വീട്ടിലേക്ക് വന്നു.